ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം കോളിളക്കമാണല്ലോ. അപ്പോൾ സിനിമയിലെ നടിമാർക്ക് കിടക്കപ്പുറതിയില്ല എന്നാണ് പൊതുവെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അതേക്കുറിച്ചൊക്കെ ഇങ്ങനെ ആകുലതയും വ്യാകുലതയും ഒക്കെ ആണ്ടിരിക്കുമ്പോൾ എനിക്കൊരാളൊരു സ്ക്രീൻഷോട്ട് അയച്ചു തന്നു. മനോരമ ഓൺലൈൻ ഒക്ടോബർ 9, 2018. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. തന്നെ ഹോട്ടൽ റൂമിലെ ഫോണിൽ വിളിച്ച് മുകേഷ് നിരന്തരം ശല്യപ്പെടുത്തുമായിരുന്നു. മീ ടു മുകേഷ്. മീ ടു ക്യാമ്പയിൻ മുകേഷിനെതിരെ ആരോപണവുമായി സംവിധായിക. അങ്ങനൊരു വാർത്ത മുമ്പ് വന്നിട്ടുണ്ട്. ഡേറ്റ് ഉണ്ടല്ലോ, ഒക്ടോബർ 9, 2018. അപ്പോൾ നടിമാരായാൽ മാത്രം പോരാ, സംവിധായകരായാലും സിനിമയിലെ ടെക്നീഷ്യൻസ് ആയാലും ഈ പ്രശ്നങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അതിന് ഈ മുൻനിര നായകന്മാർ തന്നെ അതിന് കാരണക്കാരുമായിട്ടുണ്ട്. അതാണ് മുകേഷിൻ്റെ കാര്യത്തിൽ പേരിൽ അന്ന് വന്ന മീ ടു വാദം. അത് പിന്നെ എന്തായെന്നറിയില്ല, കേസൊന്നും ആയില്ല. അങ്ങ് പിന്നെ ആറി തണുത്തൊക്കെ അങ്ങ് പോയി. പിന്നെ ഒരു സിദ്ദിഖിനെതിരെ വന്നിരുന്നു. അതെ, പിന്നെ വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ, ഭരണഘടനാ പദവി എന്ന് പറയുന്ന MLA സ്ഥാനം ഭരണഘടനാ പദവിയാണല്ലോ, കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റാണെന്ന് പറയാം. ഭരണഘടനാ പദവിയൊന്നുമല്ല, ഭരണഘടന അനുസൃതമായുള്ളൊരു പോസ്റ്റാണ് അല്ലേ, പദവിയാണ്, ജനപ്രതിനിധിയാണ്. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് അസംബ്ലിയിൽ സമ്മേളനം ചേരുമ്പോൾ ഇമ്മ്യൂണിറ്റി ഉണ്ട്, പ്രിവിലേജ് ഉണ്ട്. ആ അസംബ്ലിക്കകത്ത് പിടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. അസംബ്ലി പറയുന്ന കാര്യങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട്, അത്രയേ ഉള്ളൂ. എന്നാലും ഒരു ഉത്തരവാദിത്തപ്പെട്ട സർക്കാരിൻ്റെ ഭാഗമാണ്, മെഷീനറിയുടെ ഭാഗമാണ്, ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെയുള്ള ആളെക്കുറിച്ച് പണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറൊരു കാര്യം കേൾക്കുന്നു. അതായത് ഒരു നടൻ, ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്ന ഒരു നടൻ പറയുന്നുണ്ട്, ഈ നടൻ ഇവരുടെ ചില തോന്നിവാസങ്ങളെയൊക്കെ ചോദ്യം ചെയ്തു. സിനിമയിൽ അവസരം പോയി. അതെ, അവസരം പോയപ്പോൾ എന്നാൽ പിന്നെ പണ്ടറടങ്ങാൻ ഇവന്മാരുടെ അടുത്തേക്ക് പോകുന്നില്ല, ഞാൻ പോയി സീരിയൽ അഭിനയിക്കാമെന്ന് വെച്ചു. അവിടെയും വിലക്ക്. കാരണം അവിടെ അമ്മയുടെ കോപ്പി അടിച്ചുണ്ടാക്കിയിരിക്കുന്ന ആത്മ എന്ന് പറയുന്ന അതിൻ്റെ പ്രസിഡന്റ് ഒരു സിനിമാ നടനാണ്, ഇടയ്ക്ക് സീരിയലിലും അഭിനയിക്കും. ആ നടൻ ഇപ്പം മന്ത്രിയാണ്. അപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ആ ആത്മയുടെ പ്രസിഡൻ്റായിരുന്ന ആൾ തൻ്റെ അവസരം നിഷേധിച്ചു എന്ന് ഒരു നടൻ പറഞ്ഞിട്ടുണ്ട്. അത് സംസ്ഥാനത്തെ മന്ത്രിയാണ്. മന്ത്രി കസേരയിൽ ഞെളിഞ്ഞിരിക്കുകയാണ് മഹാൻ ഇപ്പോൾ. എന്നിട്ട് ആ മഹാൻ അതേക്കുറിച്ച് സിനിമാ റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല, ഇത് പരിശോധിക്കും, ഇതൊക്കെ പരിഹരിക്കാനുള്ള നടപടി ഉണ്ടാക്കും. നാണമുണ്ടോ? അല്ലേ രാമേന്ദ്രൻ? ഇന്ന് വിനയൻ സംസാരിക്കുമ്പോൾ ഒരു 15 അംഗ ഈ സൂപ്പർ ഗുണ്ടാ സംഘം സംഘത്തിനെ പറ്റി, മാഫിയ സംഘം പവർ അത് പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ഈ മന്ത്രിയുടെ, ഞാൻ 15 പേരുടെ പേരൊന്നും പറയുന്നില്ല എന്ന് വിനയൻ നിലപാടെടുത്തു. സാധാരണ വിനയൻ കുറച്ചുകൂടിയൊക്കെ ബോൾഡായിട്ട് പറയുന്നതാണ്. പക്ഷെ കേസൊക്കെ വരും എന്ന് വിചാരിച്ചിട്ടായിരിക്കും. എന്തായാലും ഞാനും ആരുടെയും പേര് പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരാൾ മന്ത്രിയാണ്. എല്ലാവർക്കും അറിയല്ലോ പേര് പറഞ്ഞാൽ എന്താ. കാരണം അന്ന് അമ്മയുടെ ഭാരവാഹിയായിരുന്നു, പിന്നീട് ആത്മയുടെ ഭാരവാഹിയായി. ആ ആളാണ് വിലക്കിയതെന്ന് ഈ നടൻ പറഞ്ഞതായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ പൊട്ടന്മാരാണോ? അപ്പോൾ സത്യത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ആദ്യം രാജിവെക്കേണ്ടത് ഗണേഷ് കുമാറാണ്. അതെ, കാരണം അദ്ദേഹത്തിന് ആണ് പലരും പല കാര്യങ്ങൾക്ക് വേണ്ടിയും കേസിലൊക്കെ പെട്ടാലും ഒക്കെ രക്ഷപ്പെടുത്താനും രക്ഷിച്ചെടുക്കാനും ഒക്കെ അദ്ദേഹത്തിനാണ് സമീപിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് രാഷ്ട്രീയമായ പിൻബലമുണ്ട്, സ്വാധീനമുണ്ട് എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒരു സംഘത്തിൻ്റെ ഭാഗമാണ് അദ്ദേഹം, ഈ മന്ത്രി ഗണേഷ് കുമാർ എന്നുള്ളത് സിനിമാ രംഗത്തൊക്കെ പാട്ടാണല്ലോ. മാത്രമല്ല ഈ പൾസർ സുനി എന്ന് പറയുന്ന ആൾ വേറൊരു നടൻ്റെ കൂടെ നേരത്തെ ജോലി ചെയ്തിരുന്നതായിട്ട് സുനിൽ ഒരാളുടെ പേര് നേരത്തെ പറഞ്ഞില്ലേ, അന്ന് അങ്ങനെയും ആരോപണങ്ങൾ വന്നില്ല. വേറൊന്നുണ്ട്. ഇപ്പോൾ ഈ ഹേമ കമ്മീഷനല്ല കമ്മിറ്റി റിപ്പോർട്ടിൽ വേറൊരു കാര്യം പറയുന്നുണ്ട്. ഈ WCC എന്ന് പറഞ്ഞ ഈ സ്ത്രീകളുടെ നടികമാരുടെ ഒരു സംഘടന ഉണ്ടായല്ലോ, അതുണ്ടാവാനുള്ള കാരണം വേറൊരു നടിക്ക് ഉണ്ടായ പീഡനത്തെ തുടർന്നാണ് ഉണ്ടായത്. അതുണ്ടാക്കിയത് ഒരു പ്രമുഖ നടിയാണ്. ഈ പ്രമുഖ നടി ഉണ്ടായിക്കഴിഞ്ഞ് WCC പോയിട്ട് ഇവർ പറഞ്ഞു സിനിമാ മേഖലയിൽ പെണ്ണുങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, നടിമാർക്ക് അവസരം കിട്ടി, ഒരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് നിരന്തര അവസരമായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് വ്യക്തമാണല്ലോ ആരാണെന്നുള്ളത്. സ്ഥാപക ആരാന്നറിയാം, അതിനുശേഷം പോയതാരാന്നറിയാം, ഇതുണ്ടാക്കാൻ മുൻകൈ എടുത്താരാന്നറിയാം, പിന്നീട് ഒരുപാട് അവസരങ്ങൾ കിട്ടിയതാരാർക്കെന്നറിയാം. ഇപ്പോൾ നമ്മളിങ്ങനെ കുറേ ആളുകളെ സൂപ്പർ താരം എന്നൊക്കെ വിളിക്കും. സൂപ്പർ താരം എന്നൊക്കെ വിളിക്കണമെങ്കിൽ നമ്മൾ 2 വട്ടം ആലോചിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ആളുകളൊക്കെ ഇത് എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. ഇവരുടെയൊക്കെ പേര് പറയണ്ടേ? ഇവരുടെയൊക്കെ പേര് പറയാൻ ഒരു ഒന്നാന്തരം കുത്തിത്തിരിപ്പ് ഇപ്പോൾ ഞാൻ കണ്ടു.
നമ്മുടെ ഒരു എഴുത്തുകാരി ഉണ്ടല്ലോ സാറാ ജോസഫ്. സാറാ ജോസഫിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഒരു ചാനലിലെ കാർഡ് ഞാൻ കണ്ടു. അതായത് കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ളവരാണ് ആരോപണ വിധേയരായിരിക്കുന്നത്. അത് സുരേഷ് ഗോപി ഒരു നടനാണല്ലോ, അതുകൊണ്ട് മലയാള സിനിമയിലെ നടന്മാർക്കെതിരെ ആക്ഷേപം ഉണ്ടുമ്പോൾ കേന്ദ്രമന്ത്രി എന്തൊരു വൃത്തികെട്ട മനസ്സ്. പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചത് ഇതിൻ്റെ അകത്ത് പേരുകളൊന്നുമില്ല, അതുകൊണ്ട് ഈ റിപ്പോർട്ടിൽ വലിയ പ്രസക്തി ഇല്ല. എന്നാൽ വേറൊരു സ്ഥലത്ത് അതിന്റെ കാർഡ് പോകുന്നുണ്ട്. കാർഡ് തെറ്റാണെങ്കിൽ സാറാ ജോസഫ് നിഷേധിക്കട്ടെ, കേസ് കൊടുക്കണം ആ മാധ്യമത്തിനെതിരെ. കാരണം കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ളവരെ കുറിച്ചാണ് ആക്ഷേപം. അല്ലെങ്കിൽ ആരൊക്കെ ഉണ്ട് ഇല്ലെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കണം. അല്ലെങ്കിൽ ഇത് എങ്ങനെയുണ്ട്? ക്ഷീരമുള്ളവർ അകിടിൻ ചുവട്ടിലും ചോര തന്നെ. ഈ റിപ്പോർട്ടിൽ പേരുകൾ ഉള്ളതായിട്ട് പറയുന്ന 60 പേജ് അല്ലെങ്കിൽ 61 പേജ് അത് നേരത്തെ തന്നെ നീക്കം ചെയ്തതാണ്. എന്ന് വെച്ചാൽ ഈ റിപ്പോർട്ടിൻ്റെ മുകളിൽ ഈ പറയുന്ന 15 അംഗ മാഫിയ സംഘം അവരുടെ ഡെലീഷൻ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കളയേണ്ട ഭാഗം അവർ എഡിറ്റ് ചെയ്ത് കളഞ്ഞു. അത് മാത്രമല്ല, ഇന്നലെ ഒരു കുപ്രസിദ്ധ ചാനൽ, നാട്ടിൽ വിഷം വമിപ്പിക്കുന്ന ഒരു ചാനലിൻ്റെ ചർച്ച കാണിക്കുമ്പോൾ ആരാണ് പീഡകർ എന്നാണ് ചർച്ച. അതിൽ മോഹൻലാലിൻ്റെ പടം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര നീചമായ കാര്യം! മോഹൻലാലിന് എന്താ ഇത്ര വലിയ ദാരിദ്ര്യമുണ്ടോ രാത്രി പോയി മുറിയുടെ വാതിൽക്കൽ മുട്ടാൻ? അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഈ കാനൻസ് പീരങ്കികൾ തിരിച്ചു വെക്കുമ്പോൾ ഇവർക്ക് അഹിതമായ ചില ആളുകളുടെ നേരെ തിരിച്ചു വെക്കാനാണ്. ഇപ്പോൾ വളരെ പ്രഥമ ദൃഷ്ടിയാ വ്യക്തമാണ്. കമ്മീഷൻ പറയുന്നു അമ്മയുടെ ഭാരവാഹിയായിരുന്ന ആൾ, അമ്മയുടെ പ്രവർത്തകനായിരുന്ന ആൾ, പിന്നീട് ആത്മയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ആൾ ഒരു നടൻ്റെ അവസരം നിഷേധിച്ചു എന്ന് പറഞ്ഞാൽ അതാരാണെന്ന് അറിയാം. ആ ആളെ കുറിച്ച് മിണ്ടൂല, കാരണം അയാൾ അധികാരസ്ഥാനം തിരിക്കുകയാണ്. പിന്നെ WCC ഉണ്ടാക്കിയതിന് ശേഷം സ്ത്രീകൾക്ക് സിനിമയിൽ പീഡനമില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് സിനിമ കിട്ടിയ ആളെന്ന് പറയുമ്പോൾ ആ ആളെക്കുറിച്ച് മിണ്ടൂല. മോഹൻലാലുണ്ടോ? ഇതാണ് നോക്കുന്നത്. മോഹൻലാലുണ്ടോ, മമ്മൂട്ടി ഉണ്ടോ എന്നും ചിലർ ചോദിക്കുന്നുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ ഈ നടിമാരുടെ മാത്രം പ്രശ്നമാണ് ഇത് എന്നുള്ള മട്ടിലാണല്ലോ ചർച്ച പോകുന്നത്. അതുകൊണ്ടാണ് വിനയൻ ആവർത്തിച്ച് പറയുന്ന ആ തിലകൻ്റെയും മറ്റേ ഊരുവിലക്കില്ലേ, അതുപോലെ വിനയന്റെയും ഊരുവിലക്ക്, ഷമ്മി തിലകൻ, ഇങ്ങനെ അതൊക്കെ വളരെ ഗൗരവമുള്ളത്. ആ കാലത്ത് തന്നെ അത് ചർച്ച ചെയ്യേണ്ടതാണ്. അതിലൊക്കെ സൂപ്പർ സ്റ്റാറുകൾ ഇരിക്കുന്ന കമ്മിറ്റികളൊക്കെയാണ് ആ ഊരുവിലക്കുകളൊക്കെ. അതെ, അത് സ്ത്രീ പീഡനം എന്ന് പറയുന്ന ലോക സിനിമയിൽ എല്ലായിടത്തും സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നുണ്ട്. ഇതിപ്പോൾ ആരും വിളിച്ചിട്ട് പോകുന്നൊന്നും അല്ലല്ലോ, സ്വയം സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി അങ്ങ് ചെല്ലുകയാണ്. അത് ചില വഴങ്ങലുകൾക്കൊക്കെ സ്വയം സന്നദ്ധരാവുകയാണ്. ഇതൊരു സ്ഥിരം ജോലിയുമല്ല, കമ്പനിയിലെ ഒരു സ്ഥിരം ജോലി പോലെ അല്ല. ഒരു പ്രത്യേക ട്രെയിനിങ്ങും ഇല്ല. ട്രെയിനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്, മുൻകാല അനുഭവങ്ങളും അഭിനയ പാരമ്പര്യവും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ 5-6 ടേക്കൊക്കെ എടുക്കേണ്ടി വരും. ഇതൊക്കെ സ്വാഭാവികമാണ്. ആരും ക്ഷണിക്കുന്നില്ലല്ലോ, ചെന്ന് കൊടുക്കുകയല്ലേ. എന്നിട്ട് പക്ഷേ അതിനിടയ്ക്ക് അങ്ങനെ അവസരം കിട്ടാൻ വേണ്ടി ഇതിനൊക്കെ തയ്യാറായാലേ അവസരമുള്ളൂ, ഇല്ലേ പുറത്താക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ചൂഷണമാണ്, ക്രിമിനൽ കുറ്റമാണ്. പക്ഷേ മഹാഭൂരിപക്ഷം ആളുകളും ചെന്നങ്ങ് സമ്മതിക്കുന്ന തരത്തിലേക്കാണ് നമ്മുടെ സിനിമ, നമ്മുടെ അല്ല ലോക സിനിമ അങ്ങനെയാണ്. ലോക സിനിമ അങ്ങനെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബോളിവുഡിലെ ഏറ്റവും വലിയൊരു നിർമ്മാതാവ് എപ്സ്റ്റീൻ ജയിലിൽ കിടക്കുകയാണ്. ആ ഒരു മറ്റേ മീറ്റു ആരോപണത്തിനെ തുടർന്ന് ധാരാളം എല്ലാ ഭാഷകളിലും ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതൊരു വലിയ ട്രാപ്പാണ്. ട്രാപ്പ് എന്ന് പറഞ്ഞാൽ സിനിമയിൽ ഈ സ്ത്രീകളെ ഉപദ്രവിക്കുന്നു എന്നത് മാത്രമാണ് സിനിമയുടെ പ്രശ്നം എന്ന തരത്തിലേക്ക് സിനിമയുടെ ഏക പ്രശ്നം അതായിട്ട് ചുരുക്കുക. സിനിമയുടെ പേരിലുള്ള കള്ളപ്പണം വലിയ പ്രശ്നമല്ലേ? സിനിമയുടെ പേരിൽ ജാതിയില്ലേ? ഉണ്ട്. സിനിമയുടെ പേരിലുള്ള മാഫിയ പ്രവർത്തനം, സിനിമയുടെ മറവിലുള്ള മയക്കുമരുന്ന്, ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് പരസ്യമായി പല നടന്മാരെ ഡ്രഗ് പിടിച്ചിട്ടുണ്ട്. ചിലർ പരസ്യമായി വന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു നടി ഒരു കാലത്ത് വന്നു, ഞാൻ MDMA അടിക്കുന്നുണ്ട്, അതിനിപ്പോൾ എന്താ കുഴപ്പം എന്ന് പറയുന്ന യൂട്യൂബിലൊക്കെ ഒരു വർഷത്തിനുള്ളിൽ ഹിറ്റായ ഒരു വൈറലായ ഒരു യൂട്യൂബ് ഉണ്ടായിരുന്നു. പുതുതായി ഉയർന്നു വരുന്ന ഷെയ്ൻ നിഗമിനെ പോലുള്ള നടന്മാരെയൊക്കെ ഊരുവിലക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. അല്ല, ഷെയ്ൻ നിഗമിനെ കുറിച്ചൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് വേറെ ആക്ഷേപങ്ങൾ വന്നിരുന്നു. ഞാൻ പറയുന്നതല്ല, കള്ളപ്പണം, മയക്കുമരുന്ന്, ഇത്തരം പ്രശ്നങ്ങളാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇതൊക്കെയാണ് കാരണം. ഇപ്പോൾ 100 കോടി ക്ലബിൽ ഒരാഴ്ച എന്ന് പറഞ്ഞു വരുന്നതൊക്കെ തട്ടിപ്പാണ്. അത് കള്ളപ്പണം. ഈ ലോട്ടറിയിൽ കൊണ്ട് കള്ളപ്പണം വിളിപ്പിക്കില്ലേ, ലോട്ടറി സമ്മാനം കിട്ടി എന്ന് പറഞ്ഞിട്ട്, അതുപോലത്തെ പരിപാടിയാണ് ഈ ഒരാഴ്ച കൊണ്ട് 100 കോടി ക്ലബിൽ. അതാണ് ഈ മഞ്ഞുമൽ ബോയ്സിനെ പറ്റിയൊക്കെ ആരോപണം ഉയരുന്നതും പിന്നെ ഇൻകം ടാക്സ് ഒക്കെ അന്വേഷിക്കുന്നതും. കാരണം അത്ര ദിവസം കൊണ്ട് കയറി എന്ന് പറഞ്ഞിട്ട് കുറെ കള്ളപ്പണം വേറെ ചില ആളുകളുടെ വെളുപ്പിച്ച് കൊടുക്കുന്ന പരിപാടിയാണ്. അങ്ങനെ
ഏതായാലും മലയാളത്തിലെ ഏറ്റവും കുപ്രസിദ്ധരായ 2 പെൺവേട്ടക്കാർക്ക് 2 പ്രധാനപ്പെട്ട കോഴികൾക്ക് ഒരക്ഷരം പൊതുവായിട്ടുണ്ട്. 3 അക്ഷരമുള്ള പേരാണ്, ആ 2 പേർക്കും ഒരക്ഷരം പൊതുവായിട്ടുണ്ട് എന്നാണ് കിംവദന്തികൾ. പക്ഷേ ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് വന്നില്ല. മലയാളത്തിലെ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ പ്രശ്നം സാറ് പറഞ്ഞ പോലെ കള്ളപ്പണം, പിന്നെ മയക്കുമരുന്ന്. ഇത്തരം വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാതെ സ്ത്രീകളുടെ പ്രശ്നം മാത്രമാണ് സിനിമ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതിനെ ലളിതവൽക്കരിച്ച് ചുരുക്കിക്കൊണ്ടുവരുന്നത് ഇതൊരു അജണ്ടയുടെ ഭാഗമാണ്. എന്തുകൊണ്ടാണ് ഈ സ്ത്രീകൾക്ക് നേരെയുള്ള മോശം പ്രവണതകൾക്കൊപ്പം കള്ളപ്പണത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല, മയക്കുമരുന്നിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല? ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പോലും ഡ്രഗ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ അതിനെക്കുറിച്ച് ആസ്ഥാനമായിട്ട് ഗോൾച്ചിൻ എന്ന് പറഞ്ഞ ഒരാളാണ് മലയാള സിനിമയുടെ കംപ്ലീറ്റ് ചരട് വലിക്കുന്നത് എന്നുള്ളത് ഈ രംഗത്തുള്ള എല്ലാവർക്കും അറിഞ്ഞുകൂടെ. ഇറാനിൽ നിന്ന് ചെറിയ വീഡിയോസും ഒക്കെ ആയിട്ട് ദുബായിൽ എത്തിയ ഒരാളാണ് ഈ ഗോൾച്ചിൻ എന്ന് പറയുന്ന ആൾ. ഇപ്പം മലയാള സിനിമയെ പൈസ കൊടുത്തും അല്ലാതെയും എല്ലാ തരത്തിലും, കാരണം അവിടുത്തെ റൈറ്റ്സ് മുഴുവൻ അങ്ങേരെ അറിയാതെ ഒന്നും നടക്കില്ല. തിയേറ്ററൊക്കെ അങ്ങേരുടെ അധീനതയിലാണ്. ഗോൾച്ചിൻ്റെ ആണ്, ഉടമയാണ് അദ്ദേഹം. അതുപോലെ ഈ ഗൾഫ് റൈറ്റ് എന്ന് പറയുന്ന ഓവർസീസ് റൈറ്റ്, ഇതൊക്കെ അങ്ങേരാണ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ അവിടുന്ന് വരുന്ന കള്ളപ്പണം, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ കടന്ന് ഓടുന്നത്. ഒരു സാധാരണ മനുഷ്യർക്കൊക്കെ കയറി ഇപ്പോൾ സിനിമാ രംഗത്തൊക്കെ മേയാൻ അത്ര എളുപ്പമൊന്നുമല്ല. സൂപ്പർ സ്റ്റാറുകളൊക്കെ തന്നെ ആയിരിക്കണം. അല്ലാതെ ചില പിള്ളേരുടെയൊക്കെ സിനിമ ഇടയ്ക്കൊക്കെ വന്ന് ഇങ്ങനെ ചിലപ്പോൾ അത്ഭുതങ്ങൾ പോലെ സംഭവിച്ചു പോകും. ഇന്നാത്താൻ കേസോട് പോലെയൊക്കെയുള്ള സിനിമകൾ, മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ്, പുതിയ പല പിള്ളേരുടെ ഭൂതകാലം, അതുപോലെ ആ മമ്മൂട്ടിയുടെ ഒരു നന്നായിട്ട് ഓടിയ സിനിമ ഉണ്ടല്ലോ അടുത്ത കാലത്ത് വന്ന്, അങ്ങനത്തെ ചില ഭ്രമയുഗം, ഇങ്ങനെ ചില പുതിയ സംവിധായകർ ഉണ്ട്. അതുപോലെ നല്ല സെറ്റുകളുണ്ട്, അതും പറയണമല്ലോ. സത്യനന്ദിക്കാട്, വിനീത്, സിനിമക്കാർ മുഴുവൻ മോശമാണെന്ന് പറഞ്ഞാൽ സംഭവിക്കാൻ നമുക്ക് പറ്റില്ല. അത് പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഇത് നടക്കുന്ന സിനിമയിൽ ആകെയുള്ള കുഴപ്പം എന്ന് പറഞ്ഞാൽ സ്ത്രീകളോടുള്ള മോശം പ്രവണത മാത്രമാണ്. എന്ത് തരത്തിലേക്ക് ഇത് ചുരുക്കുന്നതിൻ്റെ പിന്നിൽ അജണ്ടയുണ്ട് എന്നുള്ളത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. അത് സംഭവിക്കുന്നുണ്ട്. അത് സിനിമയിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും ഉണ്ട്. ചില ആളുകളെ ടാർഗറ്റ് ചെയ്യാനും അവരെ മോശമാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രമല്ല CPM റിപ്പോർട്ടിൽ പ്രധാനപ്പെട്ട 60 പേജ് ഇല്ലെന്നേ. അല്ല, അതെ, CPM ചെയ്യാവുന്നൊരു കാര്യമുണ്ട്. നമ്മൾ മുമ്പൊരു സംഭാഷണത്തിൽ പറഞ്ഞു, അതായത് മലയാള സിനിമയിൽ നിന്ന് ഇനി ആരൊക്കെ എവിടെയൊക്കെ പോകണം, നിൻ്റെയൊക്കെ പേര് അല്ല നിങ്ങളുടെയൊക്കെ പേര് എൻ്റെ കയ്യിലുണ്ട്, ഞങ്ങൾ പറഞ്ഞ പോലെ നിന്നിൽ ഇത് പുറത്തു വിടും എന്നൊക്കെ പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് CPM ഒരു ആയുധം കിട്ടി. അതിനൊരു ആയുധം കിട്ടി. ഈ പറഞ്ഞ മന്ത്രിക്കും ഇത് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അല്ല, മന്ത്രിയെ സംബന്ധിച്ച് മന്ത്രിയുടെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും കൃത്യമായി ഇത് മന്ത്രിയെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു പരാമർശം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. ആത്മീയയെ സംബന്ധിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിന് മന്ത്രി മറുപടി പറയേണ്ടതാണ്. മന്ത്രി മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടുന്ന ഒരാൾ സംസ്ഥാനത്തെ ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരു മന്ത്രിയാണ് എന്നത് വളരെ ഖേദകരമാണ്. ആ മന്ത്രിയെ ഈ പറഞ്ഞ പോലെ അമ്മ തുടങ്ങിയ സംഘടനകളിൽ നിന്ന് അവർക്ക് എന്തുകൊണ്ട് ഒഴിച്ചു നിർത്തിക്കൂടാ? മന്ത്രിയാണ് കഥാകാരി. അതാണ് പ്രശ്നം. അങ്ങേര് നിയന്ത്രിക്കുന്നു, ഇവരുടെ പല സംഗതികളിൽ നിയന്ത്രിക്കുന്നു, പല കേസുകളിൽ നിന്നും ഒഴിവാക്കി കൊടുക്കുന്നു. ഇതൊക്കെയാണ് മാഫിയ പ്രവർത്തനം. വേറെ തരത്തിലാണ് ഈ സ്ത്രീ അതിൽ ഫോക്കസ് ചെയ്യാതെ, അതായത് സിനിമയുമായി ബന്ധപ്പെട്ട യഥാർത്ഥ മാഫിയെ എക്സ്പോസ് ചെയ്യാനാണ് തയ്യാറാവേണ്ടത്, അല്ലേ? അതെ, അതാണ് വേണ്ടിയിരുന്നത്. അത് നടക്കുന്നില്ല ഇപ്പോഴും. ഇത് പൈങ്കിളി ഗോസിപ്പ് തരത്തിലേക്ക് ഈ ചർച്ചയെ വഴിമാറ്റി യഥാർത്ഥ കുഴപ്പക്കാരെ രക്ഷിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. എത്രയോ കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാസ്റ്റിംഗ് കൗച്ചാണ് മലയാള സിനിമയുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. കാസ്റ്റിംഗ് കൗച്ച് സിനിമ ഉണ്ടായെന്ന് പോലും ഉള്ളതാണ്. അത് ഇനിയിട്ട് അവസാനിപ്പിക്കാനും പറ്റില്ല. അത് ഓൾഡസ്റ്റ് പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ അത് അതിന്റെ രീതിക്ക് അത് നടന്നുകൊണ്ടിരുന്നോളും. പക്ഷെ മയക്കുമരുന്ന്, കള്ളപ്പണം ഇത് രണ്ടും അവസാനിപ്പിക്കേണ്ടതാണ്. അത് കാരണം അത് രണ്ടും രാജ്യത്തെ നശിപ്പിക്കുന്ന സംഗതികളാണ്. അതിലേക്ക് ചർച്ചകൾ വഴിമാറണം. അതാണ് ശരിക്കും ചർച്ച ചെയ്യേണ്ടത്. അതെ. നമ്മൾ ഈ മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട് ഇത്രയും ഈ കള്ളപ്പണ ഇടപാടുകൾ നടന്നു എന്ന് പുറത്തു വന്നിട്ട് പോലും അത് ചർച്ച ചെയ്യുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.